നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾ ഏറ്റവും കൂടുതൽ കുടുംബമായി താമസിക്കുന്ന ഗൾഫ് രാഷ്ട്രങ്ങളിലൊന്നാണ് UAE. ട്രാഫിക് നിയമങ്ങൾ കർശനമായി പാലിക്കുന്ന UAE ഇത് സംബന്ധിച്ച വളരെ കൃത്യമായ മുന്നറിയിപ്പുകൾ പൊതുജനങ്ങൾക്ക് നൽകാറുണ്ട്. ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട പുതിയ നിയമങ്ങളും മുന്നറിയിപ്പുകളും വളരെ കൃത്യമായി പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ അബുദാബി പോലീസ് വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നത്. ഇത്തവണ പൊതുജനങ്ങൾക്ക് പുതിയ മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് അബുദാബി പോലീസ്. കാൽനട യാത്രികരുടെ സുരക്ഷയെ ബാധിക്കും വിധം നിഷ്കർഷിച്ച പാതയിലൂടെ സൈക്കിളും ഇലക്ട്രിക് സ്കൂട്ടറുകളും ഓടിക്കുന്നതിനെതിരെ മുന്നറിയിപ്പ് ആവർത്തിച്ചിരിക്കുകയാണ് അബുദാബി പോലീസ്. കാൽനട യാത്രികരുടെ സഞ്ചാര പഥങ്ങൾ, സൈക്കിൾ, ഇലക്ട്രിക് സ്കൂട്ടർ എന്നിവ കൈയടക്കുന്നുവെന്ന പരാതികളെ തുടർന്നാണ് നടപടി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഗതാഗത ബോധവത്കരണം ശക്തിപ്പെടുത്തിയതായി അബുദാബി പോലീസ് അറിയിച്ചിട്ടുണ്ട്. കാൽനട യാത്രികരുടെ സുരക്ഷയെ ബാധിക്കും വിധം അലക്ഷ്യമായും മാന്യതയില്ലാതെയും ഇലക്ട്രിക് സ്കൂട്ടറുകളും സൈക്കിളുകളും ഓടിക്കുന്നുവെന്നാണ് കാൽനട യാത്രികരുടെ പരാതി. കാൽനട യാത്രികരുടെയും ഇലക്ട്രിക് സ്കൂട്ടർ, സൈക്കിൾ യാത്രികരുടെയും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. അതുപോലെ സീബ്ര ലൈനുകളിലൂടെ കാൽനട യാത്രികർക്ക് റോഡ് മുറിച്ചു കടക്കാൻ അവസരം നൽകാത്ത ഡ്രൈവർമാർക്കെതിരെയും 500 ദിർഹം പിഴ ചുമത്തും. ഇതിനു പുറമെ 6 ബ്ലാക്ക് പോയിന്റുകളും ലൈസൻസിൽ ചുമത്തും. അബുദാബിയിലെ നിരവധി ക്രോസിംഗുകളിൽ ഡ്രൈവർമാരുടെ നിയമലംഘനം കണ്ടെത്താൻ നിർമ്മിത ബുദ്ധിയോടുകൂടിയ റഡാറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കാൽനട യാത്രികർ സുരക്ഷിതരായി റോഡ് മുറിച്ചു കടക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതുവരെ വാഹനം നിർത്തിയിടണം. ആളുകൾ റോഡ് മുറിച്ചു കടക്കുമ്പോൾ വാഹനം ഓടിച്ചാലും പിഴയുണ്ടാകും. സൈക്കിളുകൾ ഓടിക്കുന്നവർ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചിരിക്കണമെന്നും പോലീസ് നിർദ്ദേശിച്ചു. കാൽനട യാത്രികരും സൂക്ഷ്മത പാലിക്കണമെന്നും കാറുകളോ ഇരുചക്ര വാഹനങ്ങളോ തട്ടാതിരിക്കാൻ ഇത് സഹായിക്കുമെന്നും പോലീസ് പറയുന്നു. സർവീസ് റോഡുകളിലും സൈക്ലിംഗ് ട്രാക്കുകളിലും മാത്രമേ സൈക്കിളുകൾ ഓടിക്കാവൂ. തിരക്കേറിയ ഇടങ്ങളിൽ സൈക്കിൾ ഓടിക്കരുത്. നിയമം ലംഘിക്കുന്ന സൈക്കിൾ, ഇലക്ട്രിക് സ്കൂട്ടർ റൈഡർമാർക്ക് 200 മുതൽ 500 ദിർഹം വരെ പിഴ ചുമത്തും. അതുപോലെ അപകടകരമായ ഓവർടേക്കിങ്ങും പൊടുന്നനെയുള്ള ട്രാക്ക് മാറ്റവും പാടില്ലെന്നും ഡ്രൈവർമാർക്ക് അബുദാബി പോലീസ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഓവർടേക്കിങ്ങും ട്രാക്ക് മാറ്റവും നടത്തുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങളുണ്ട്. അതിൽ അലംഭാവം പാടില്ല. മറ്റു വാഹനങ്ങളെ തെറ്റായ രീതിയിൽ മറികടക്കൽ ഒഴിവാക്കുക. ഓവർടേക്ക് ചെയ്യുന്ന സമയത്തും മറ്റും തൊട്ടടുത്ത വാഹനങ്ങൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. ട്രാക്കുകളും റോഡുകളും മാറുമ്പോൾ മുന്നറിയിപ്പ് സിഗ്നൽ നൽകാൻ മറക്കരുതെന്നും പോലീസ് നിർദ്ദേശിച്ചു. മറ്റു വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് ആശങ്കയുണ്ടാകും വിധം പൊടുന്നനെ ട്രാക്കുകൾ മാറാതിരിക്കുക ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളും അബുദാബി പോലീസ് നൽകുന്നു. റോഡുകളിലെ ട്രാഫിക് സിഗ്നലുകളിൽ വാഹനം നിർത്തുമ്പോൾ ശ്രദ്ധ തെറ്റുന്ന മറ്റ് പ്രവൃത്തികളിൽ ഏർപ്പെടരുതെന്നും അബുദാബി പോലീസ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അശ്രദ്ധ കാണിക്കുന്നതിലൂടെ അബദ്ധത്തിൽ ചുവപ്പ് സിഗ്നൽ മറികടക്കാനും അതുവഴി റോഡിലെ വലിയ അപകടങ്ങൾക്ക് കാരണമാവാനും സാധ്യതയുണ്ട്. അബുദാബിയിൽ റോഡുകളിലെ റെഡ് സിഗ്നൽ മറികടക്കുന്നത് 1000 ദിർഹം വരെ പിഴ ലഭിക്കാനും ഡ്രൈവർമാർക്ക് 12 ബ്ലാക്ക് പോയിന്റുകൾ ലഭിക്കാനും പര്യാപ്തമായ കുറ്റമാണ്. ഒപ്പം വാഹനം പിടിച്ചെടുക്കുകയും ചെയ്യും. 30 ദിവസം മുതൽ 3 മാസം വരെയായിരിക്കും ഇത്തരത്തിൽ വാഹനം അധികൃതർ പിടിച്ചു വയ്ക്കുക. വാഹനം പിന്നീട് വിട്ടുകിട്ടാൻ 50,000 ദിർഹം ഫൈൻ നൽകണം. 3 മാസത്തിന് ശേഷവും വാഹനം ഫൈനടച്ച് തിരിച്ചെടുത്തില്ലെങ്കിൽ ലേലത്തിലൂടെ വിൽപ്പന നടത്തുമെന്നും അധികൃതർ ഓർമ്മിപ്പിക്കുന്നു.